പ്രഗ്നൻസിയുടെ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു ഗർഭിണി ശ്രദ്ധിക്കേണ്ടത്? നമ്മുടെ ശരീരം ഒരു ചേഞ്ചസിലൂടെ കടന്നു പോകുന്ന ഈ അവസ്ഥയിൽ വളരെയധികം ഡിസ്കംഫർട്ടുകൾ ശരിക്കും അനുഭവപ്പെടാൻ ചാൻസുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നെന്ന് പറയുന്നതാണ് മോർണിംഗ് സിക്നസ്. എന്ത് കഴിച്ചാലും ഓക്കാനിക്കുക, ഛർദ്ദിക്കുക തുടങ്ങിയ. ഇതൊരു സൈക്ലിക് പ്രോസസ്സാണ്. അതായത് നമ്മുടെ ശരീരത്തിലെ ഹോർമോണൽ ഇംബാലൻസ് കൊണ്ട് നമുക്ക് ഓക്കാനം അല്ലെങ്കിൽ ഛർദ്ദിൽ വരുമെങ്കിലും ഇങ്ങനെ ചെയ്യുന്നത് വഴി ഗ്യാസ് ഉണ്ടാവുകയും പിന്നീട് നമ്മൾ കഴിക്കുന്നതെല്ലാം ഛർദ്ദിക്കുകയും ചെയ്യുന്നു. അത് ഒരു സൈക്കിളായിട്ട് ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വളരെ ലൈറ്റായിട്ട് ഈസിലി ഡൈജസ്റ്റബിൾ ഫുഡുകൾ അടുപ്പിച്ചടുപ്പിച്ച് കഴിക്കുക. രാവിലെ, ഉച്ചയ്ക്ക്, വൈകിട്ട് എന്ന് വെക്കാതെ അരമണിക്കൂർ കൂടുമ്പോൾ ഓരോ സ്പൂൺ വെച്ച് അങ്ങനെ റിപ്പീറ്റ് ആയിട്ട് ഭക്ഷണങ്ങൾ ഇടവേളകൾ കൂട്ടി കഴിക്കുക. ഫ്രീക്വൻസി കുറച്ച് കഴിക്കുക. ഇങ്ങനെ ചെയ്യുന്നത് വഴി നമുക്ക് ഈ വോമിറ്റിംഗ് സെൻസേഷൻ ഒരു പരിധി വരെ കുറയ്ക്കാൻ സാധിക്കും. എന്നാൽ ചിലപ്പോൾ വളരെ കൺട്രോൾ ഇല്ലാതെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് മെഡിക്കേഷന്റെ ഹെൽപ്പ് വേണ്ടി വരും. എങ്കിൽ തന്നെയും മെഡിക്കേഷൻ വളരെയധികം കുറച്ചുകൊണ്ട് വേണം നമുക്ക് ഈ സമയത്തെ നേരിടാനായിട്ട്. അതുപോലെ തന്നെ വെള്ളം കുടിക്കുന്നത് നല്ല രീതിയിൽ വെള്ളം കുടിക്കണം. എന്നാൽ രാത്രി 8 മണിക്ക് മുമ്പ് വെള്ളം കുടിക്കുന്നത് സ്റ്റോപ്പ് ചെയ്യുക. ഇതുമൂലം രാത്രിയിൽ ഡിസ്റ്റർബൻസ് ഇല്ലാതെ ഉറങ്ങാൻ സാധിക്കും. അതുപോലെ പ്രീ വൈറ്റമിൻസ് എല്ലാം നല്ല രീതിയിൽ കഴിക്കുക. ഭക്ഷണം കഴിക്കുന്നത് ലീഫി വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ഇവ കൂടുതലായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഇവയെല്ലാം വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്.